ലാഹോറിൽ സ്ഫോടനം, ലാഹോറിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം, പാകിസ്ഥാന്റെ പ്രധാന വാണിജ്യ നഗരമാണ് ലാഹോർ എന്ന് പറയുന്നത്. ഇന്ത്യൻ അതിർത്തിയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ലാഹോർ എന്ന് പറയുന്നത്. വാഗാ അതിർത്തിയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ലാഹോറിലേക്ക്. പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനം അല്ലെങ്കിൽ വാണിജ്യ പ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് ലാഹോർ. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പഹൽഗാം ഭീകരാക്രമണത്തിന് ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ലാഹോറിൽ കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള സേനാവിന്യാസം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ലാഹോറിൽ പ്രത്യേകിച്ച് കൂടുതൽ സേനാവിഭാഗങ്ങളെ അധികരിച്ചുകൊണ്ട് അവിടെ ലാഹോറിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ലാഹോർ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ ഒരു മുന്നൊരുക്കം നടത്തുന്നുണ്ടോ എന്ന സംശയിക്കുന്നതടക്കമുള്ള വിധത്തിലേക്ക് സൈനിക നീക്കം ലാഹോറിൽ ഇന്നലെ ഉണ്ടായിരുന്നു. കൂടുതൽ പാക് സേനയെ ലാഹോറിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക്, പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിലേക്ക് അതിൻ്റെ ആകാശത്ത് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പറക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിർത്തി ലംഘിച്ച് ഇന്ത്യയിലേക്ക് വന്നില്ലെങ്കിൽ പോലും അതിർത്തി വരെ വന്ന് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ലാഹോറിൽ ഇപ്പോൾ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദ് ഒരിക്കൽ കൂടി ചേരുന്നു. റഷീദ്, പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വാണിജ്യ നഗരമാണ് ലാഹോർ എന്ന് പറയുന്നത്. ലാഹോറിൽ കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള സേനാവിന്യാസം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയായിരുന്നു പാകിസ്ഥാന്റെ യുദ്ധവിമാനം ഇന്ത്യൻ അതിർത്തിയിലെത്തിയത്. പഞ്ചാബ്, ഹരിയാന ആകാശത്ത് പാകിസ്ഥാന്റെ യുദ്ധവിമാനം എത്തിയിരുന്നു. അതിർത്തി ലംഘിച്ച് ഇന്ത്യയിലേക്ക് വന്നില്ലെങ്കിൽ പോലും ആ അതിർത്തിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാഹോറിൽ നിന്നുള്ള തുടർ സ്ഫോടനങ്ങൾ അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്? വിനീഷ, തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും പ്രകോപനമായിട്ടുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട സൂചനകൾ വിവിധ ദേശീയ മാധ്യമങ്ങൾ നൽകുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇന്ത്യൻ സേന എടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ലാഹോറിലെ വാൾട്ടൺ വിമാനത്താവളത്തിന് സമീപമാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നതായി ഉള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം ഗോപാൽ നഗർ, നസീറാബാദ് പ്രദേശങ്ങളിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രദേശത്ത് അപായ സൈറൻ മുഴങ്ങുകയും പിന്നീട് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയുമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഉഗ്രശബ്ദവും പുകയും ഉയർന്നതായി പ്രദേശവാസികൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇന്ത്യ ഒരു തിരിച്ചടി നൽകുമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തും എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഏത് വിധേനയാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനി നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. അതായത് എന്ത് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുള്ളത്? കരസേനയാണോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സേനാ വിഭാഗമാണോ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സ്ഫോടനം നടത്തിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ലാഹോറിലെ വാൾട്ടൺ വിമാനത്താവളത്തിന് സമീപമാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായിട്ടുള്ളതായി നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത്. ഈ മേഖല അതായത് അതീവ സുരക്ഷയിൽ തന്നെ നേരത്തെ കഴിയുകയായിരുന്നു. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ വലിയ സേനാ വിന്യാസമൊക്കെ തന്നെ ഈ മേഖലയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾക്ക് ഏറ്റിട്ടുള്ള കനത്ത പ്രഹരത്തിന് പിന്നാലെ പാകിസ്ഥാൻ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ സുരക്ഷ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും കനത്ത തിരിച്ചടി നൽകുമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. നിലവിലിപ്പോൾ 3 ഇടങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സൈറണുകൾ മുഴങ്ങി എന്നതടക്കമുള്ള സൂചനകൾ ഇപ്പോൾ പ്രദേശവാസികളൊക്കെ തന്നെയും വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ ഇപ്പോഴും പാകിസ്ഥാനുമായുള്ളൊരു ഏറ്റുമുട്ടൽ ഇന്ത്യൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ദൂറിക്ക് പിന്നാലെ വലിയ പ്രകോപനമായിട്ടുള്ള സമീപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. ഇന്ന് രാവിലെ കുപ്വാരയിലടക്കമുള്ള മേഖലയിൽ ഇത്തരത്തിൽ ഷെല്ലാക്രമണവും മറ്റു വെടിവെപ്പുകളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങളൊക്കെ തന്നെയും ഇൻ്റലിജൻസ് വിഭാഗവും അതോടൊപ്പം മറ്റു സേനാ വിഭാഗങ്ങളൊക്കെ തന്നെയും ശക്തമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്ത് പ്രകോപനം ഉണ്ടാവുകയാണെങ്കിലും അത് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാനുള്ള ഒരു നീക്കമായി ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കുക
നടക്കുകയും ചെയ്യും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ലാഹോറിലടക്കമുള്ള വിവിധ മേഖലകളിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായിട്ടതായി നമുക്ക് വാർത്തകൾ ലഭ്യമാകുന്നത്. വിനീഷ.